ഇവിടെ ഹീറോയിന്റെ വീട്ടിലേക്കാണെങ്കിൽ രാവിലെ ന്യൂസ് പേപ്പറിനോടൊപ്പം ചേർന്ന ഒരു സിനിമ ടിക്കറ്റും വരികയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവിടെ തിയേറ്ററിൽ പോയാൽ അവിടെ ആണെങ്കിൽ ആരും തന്നെ ഉണ്ടാവില്ല, തിയേറ്റർ മുഴുവൻ എംപ്റ്റി ആയിരിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും ഇവളുടെ ഫ്രണ്ടായ ലേഡി അങ്ങോട്ട് വരിക. അവളാണെങ്കിൽ ഹീറോയിനോട് നീ എന്റെ ഹസ്ബൻഡിനെ കൊല്ലേണ്ട വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എനിക്കറിയില്ല, പക്ഷെ എന്നാൽ ഡീറ്റെയിൽസ് തരാന്ന് പറയും. എന്നിട്ട് അവളാണെങ്കിൽ അവളുടെ ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്ന തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുകയാണ്. വേറെ വഴിയില്ലാതെ ഹീറോയിനും അവനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് റിസർച്ച് ചെയ്യാൻ തുടങ്ങും. അതേസമയത്ത് ഈ സൈഡ് പോലീസുകാർക്കാണെങ്കിൽ ഹീറോയിന്റെ മേലുള്ള ഡൗട്ട് കൂടിക്കൊണ്ടേ വരുന്നുണ്ടാവും. കാരണം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന മരുന്നിന്റെ പേരാണെങ്കിൽ ഇവർ എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഹീറോയിനോട് ചോദിക്കുന്ന സമയത്ത് അവൾ കറക്റ്റായിട്ട് ആ മരുന്നിന്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും. ഈ സൈഡ് ഹീറോയിനാണെങ്കിൽ സ്റ്റുഡിയോയിൽ നിന്ന് റിസർച്ച് ചെയ്യാണ്. ആ സമയത്ത് അതിലാണെങ്കിൽ അവനൊരു ഡോക്ടറാണെന്ന് കാണിക്കുകയാണ്. അവന്റെ പേരിൽ ഒന്നിലധികം ഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടെന്ന് കാണിക്കും. അതേസമയത്ത് ഇവിടെ ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ആ സ്റ്റുഡിയോയിലെ ഹീറോയിന്റെ കൊളീഗ് ഇൻസ്പെക്ടറിനെ വിളിച്ച് പറയും. ആ ഡോക്ടറുടെ പേരാണെങ്കിൽ അർജുൻ എന്നാണ്. അതുകൂടാതെ ഹീറോയിൻ ടെൻഷൻ എന്ന സമയത്ത് പറയുന്ന പേരും അതാണെന്ന് പറയും. അത് കേൾക്കുന്ന ഇൻസ്പെക്ടർക്കും ഹീറോയിന്റെ ഹസ്ബൻഡിന്റെ മരണത്തിൽ ആ ഡോക്ടർക്ക് എന്ത് റോളെന്ന് ഡൗട്ട് വരും. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് ഹീറോയിനെ ഡോക്ടറെ ഫോളോ ചെയ്യുമ്പോൾ ഹീറോയിന് വിലറിയത് ഇൻസ്പെക്ടർ ആണെങ്കിൽ അവളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഹീറോയിനാണെങ്കിൽ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ജോലിക്കാരന് വേണ്ടി കയറാൻ നോക്കാണ്. പക്ഷേ ആ സമയത്ത് അവനാണെങ്കിൽ അവിടെ വേറെ പെണ്ണിട്ട് അഫയറിലുണ്ടാവും. അത് കാണുന്ന ഹീറോയിനാണെങ്കിൽ ഇവനെ ലേഡി ചീറ്റ് ചെയ്യുന്ന കാര്യം ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവനെ വിട്ടിട്ട് അഫയർ ഉണ്ടെന്ന് പെണ്ണിനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. പക്ഷെ അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഇവള് പിടിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ അത് കമന്റ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, പ്രീവിയസ് പാർട്ട് ചെക്ക് ചെയ്ത് നോക്കുക.